പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സമ്മേളന കാലയളവ് പ്രക്ഷുബ്ധമാക്കാനും കലക്കുവാനും വേണ്ടി പ്രതിപക്ഷം അണിയറയിൽ ഒരുക്കിയ ആയുധങ്ങളിൽ പ്രധാനമായ ഒന്ന് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പഹൽഗാം, ഓപ് സിന്ദൂർ, ട്രംപ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദമായി സർക്കാർ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ എത്താനിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാമെന്ന് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത് ഏത് ചർച്ചയും നടത്താൻ താല്പര്യമുണ്ട്, തയ്യാറാണ്. നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ രഹസ്യാത്മകമായ അനവധി കാര്യങ്ങളുണ്ട്. അത് പരസ്യമാക്കാനും കഴിയില്ല. അത് മുൻപ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അത് വിശദീകരിച്ചിരുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് അത് വിശദീകരിച്ച് നൽകിയിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് ട്രംപ് ഇതിൽ ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണത്തിനും ഈ ഒരു കാലയളവിൽ മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസത്തെ സന്ദർശനത്തിനായി UK പോകുന്നുണ്ട്. ഒപ്പം മാൽദ്വീപ്സും സന്ദർശിക്കുന്നുണ്ട്. ഈ പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനത്തിൽ എത്താൻ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 15 ബില്ലുകളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 8 ബില്ലുകൾ പുതിയതാണ്. IT ബിൽ ഉൾപ്പെടെ ഈ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിന്റെ വാർത്തകളൊക്കെ നേരത്തെ കണ്ടതാണ്. NIA, ഈ ദേശവിരുദ്ധ പോസ്റ്റുകളോ കമന്റുകളോ ഇടുന്നവർക്ക് എതിരെ NIA ആയിരിക്കും ഇനി കേസെടുക്കുകയും അവരെ പിടികൂടുകയും മറ്റും ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ ഒരു നിയമം വന്നിരുന്നു. അതുൾപ്പെടെയുള്ള ഒരു വലിയ പരിഷ്കാരം IT മേഖലയിലേക്ക് കൊണ്ടിരുന്നു. ആ IT ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8 പുതിയ ബില്ലുകളും 7 പഴയ ബില്ലുകളും, അതായത് അംഗീകാരത്തിനായി കാത്തുകിടക്കുന്ന 7 ബില്ലുകളും ഉൾപ്പെടെ 15 ബില്ലുകളാണ് ഈ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ഉണ്ടാവുക. ഇത് കൂടാതെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ബില്ലും ഉണ്ടാകും.